ഗലാത്യ ലേഖനം 5 അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളുടെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. ആദ്യ മാതാപിതാക്കളായ ആദമിനെയും ഹവ്വയെയും മഹത്വത്തിൻ്റെ കിരീടമണിയിച്ച് താമസിപ്പിച്ച ഏദൻ അവർ നഷ്ടപ്പെടുത്തിയപ്പോൾ അവരോടൊപ്പം ഏദൻ വിട്ടിറങ്ങുകയും പുതിയ ഏദൻ എന്ന പറുദീസയിലേക്ക് ആദാമി സന്തതിയെ ചേർക്കുവാൻ രക്ഷാപദ്ധതിയുമായി സദാ യത്നിക്കുന്ന യഹോവയെ തിരുവെഴുത്തുകളിലുടനീളം നാം കാണുന്നു. യഹോവേ, അവിടുത്തെ കരുണ എത്രയോ വലിയതാകുന്നു. ആദാം നഷ്ടപ്പെടുത്തിയ ഏദന് പകരം നിത്യം ജീവിക്കുവാനായി ആദാമ്യ സന്തതിക്ക് പറുദീസ നൽകുവാൻ ജീവൻ്റെ ദായകൻ, ആത്മാവിൻ്റെ ഉടയവൻ തിരഞ്ഞെടുത്തത് അബ്രഹാമിനെ ആയിരുന്നു. മക്കളില്ലാതിരിക്കെ അവൻ്റെ കുലത്തെ ആയിരുന്നു. വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ ആയിരുന്നു. മെസൊപ്പൊട്ടോമിയയിലെ കൽദയരുടെ ഊർ എന്ന സ്ഥലത്തു നിന്നും അബ്രഹാമിനെ തലയോടിടമെന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന പാലും തേനുമൊഴുകുന്ന കനാൻ എന്ന ദേശത്തേക്കും അബ്രഹാമിൻ്റെ തലമുറയിൽ യാക്കോബിൻ്റെ സന്തതികളെ ഇസ്രായേൽ എന്ന ഭൗതിക രാജ്യത്തിലേക്കും പ്രവേശിപ്പിച്ചത് നഷ്ടപ്പെട്ടു പോയ ഏദൻ തിരികെ നൽകുവാനായിരുന്നു. മറ്റാരും തുല്യനായിട്ടില്ലാത്ത അനന്യനായ യഹോവ തന്നെ അവർക്ക് രാജാവായിരിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും അവർ യഹോവയോട് മറുതലിച്ചു. സൃഷ്ടിതാവിനെ തള്ളിക്കളഞ്ഞു, രക്ഷിതാവിനെ ഉപേക്ഷിച്ചു. ഞങ്ങൾക്ക് മറ്റൊരു രാജാവിനെ വാഴ്ച തരണമെന്ന് അപേക്ഷിച്ചു. അതുപോലെ പുത്രനായ ക്രിസ്തു വന്ന രക്ഷിതാവ് നമ്മെ രക്ഷിച്ച് സ്വർഗരാജ്യത്തിൽ വസിപ്പിച്ച് നമ്മുടെ രാജാവായിരിക്കുവാനും നമ്മെ അവിടുത്തെ ഭരണത്തിന് കീഴിൽ സംരക്ഷിക്കുവാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന വാതിൽ ശത്രുവാകുന്ന സാത്താന് തുറന്നുകൊടുത്ത് ദൈവത്തിൻ്റെ വാസസ്ഥലമായ നമ്മുടെ ഹൃദയമാകുന്ന മന്ദിരത്തെ നാം അശുദ്ധമാക്കി ദൈവത്തിൻ്റെ രാജ്യത്വവും പരമാധികാരവും അവിടുന്ന് തരുന്ന രക്ഷയും നാം നിരസിക്കുന്നു. നമ്മുടെ രക്ഷകനോട് നാമും മത്സരിക്കുന്നു. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെയും, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറയും കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. വിശുദ്ധ ലൂക്കോസ് 13:34, ആവർത്തന പുസ്തകം 32:11-12, രൂത്ത് 2:12. ചേർന്നിരിക്കുവാനും ചേർത്തുകൊള്ളുവാനും സദാ ആഗ്രഹിക്കുന്ന നമ്മുടെ അപ്പനോട് നമുക്ക് ചേർന്നിരിക്കാം. അവിടുത്തെ സ്നേഹവും അളവില്ലാതെ പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്ന മഹത്വവും അനുഭവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.